കുടിക്ക്. എന്താ കുടിക്കുന്നില്ലേ? ഞാൻ കുടിക്കാം. ഒരു കാര്യം പറയാം, എനിക്കിഷ്ടമില്ലാതെ തന്നെ കെട്ടിയത് എന്ന് വെച്ചിട്ട് നിന്നോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയില്ലേ, എന്തെല്ലാവട്ടെ, എനിക്കും കല്യാണം ആയല്ലോ. നിന്നെ ഹാപ്പി ആയിട്ട് നോക്കിയില്ലേ ഞാൻ. അപ്പതേ നിന്റെ അമ്മ മഹാകാളിയുണ്ടല്ലോ, റൂൾസ് ആയിട്ട് എത്തിയില്ലേ? അത് വീടായിരുന്നു അല്ലെങ്കിൽ ലോഡ്ജ. അതുപോട്ടെ, എന്നോർത്ത് വിഷമിക്കാന്ന് ആലോചിച്ചാൽ പോലും നമുക്കിടയിൽ ഹാപ്പി മൊമെന്റ്സ് ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു ഡിസിഷനിലേക്ക് എത്തി. നടന്നൊക്കെ മറന്നിട്ട് ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കാൻ. എന്താ അഭിപ്രായം? എന്താ അഭിപ്രായം എന്ന് പറ. നിനക്ക് ഓക്കെയാന്ന് എനിക്കറിയാലോ. ഓക്കെ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിന്റെ ലൈഫല്ലേടി, വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വേറെ എന്താ ചെയ്യാ പറ. നീയും പോയി, അതുകൊണ്ട് ആ കുട്ടിയെ. ബട്ട് ഐ റിയലി മിസ് യു, റിയലി മിസ് യു. ബൈ. നീ വിഷമിക്കാനൊന്നും പാടില്ല. റെസ്റ്റ് ഇൻ പീസ്. എന്ത് പറയാൻ. ഹായ് ശ്വേത, തിരക്കിലാണോ? ബിസി ആണോന്ന് ചോദിച്ചാ അല്ല. നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പറയേ. അത് ഐ എം വെയിറ്റിംഗ്. പറയണമെന്ന് വെച്ചാ പറയണമെന്നല്ല, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. കോഫി ഷോപ്പിൽ വരുമോ? കോഫി ഷോപ്പിൽ വേണ്ട, നീ എന്റെ ഫ്ലാറ്റിലേക്ക് പോരെ. ഓക്കെ, ഒരു 1 അവറിലെത്താം. ബൈ. ഓക്കെ. വരാറായല്ലോ. ഇവളുടെ ഫോട്ടോ കൊണ്ട് പ്രശ്നമാണല്ലോ, മാറ്റിയേക്കാം. ഓൾറൈറ്റ്. ഡ്രസ്സൊന്ന് മാറിയാലോ. സോ ചേഞ്ച്. ദിസ് ഇസ് നൈസ്. ഇത് കലക്കി. കയ്യിലൊന്നും ഇല്ലല്ലോ. പ്രാക്ടീസ് ചെയ്യടാ. എടാ, അവളിനി ഒരു 5 മിനിറ്റിൽ എത്തൂടാ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഡോർ തുറന്ന ഉടനെ അവള് വന്ന് നിൽക്കുന്നു. എന്താ തേജ ഇത്? അറ്റ്ലീസ്റ്റ് ഒരു ഹായ് പറയാലോ. അത് ശരിയാ, ഒന്നുകൂടി ചെയ്തു നോക്കാം. ഹായ്. ഹായ്. ഒരു മിനിറ്റ്. ഹായ്. അകത്തേക്ക് ക്ഷണിക്കുന്നു, ദയവായിട്ട് കയറി വരൂ. ഡയലോഗൊന്നും എക്സ്പെക്ട് ചെയ്യണ്ട. ഈ സിറ്റുവേഷനിൽ സൈലൻസ് ആണ് ഏറ്റവും ബെസ്റ്റ് എക്സ്പ്രഷൻ. റോസ റോസ റോസ. സ്വപ്നമല്ലേ? സ്വപ്നമായിരിക്കും. മരിച്ചു പോയല്ലേ, എങ്ങനെ വരാനാ? ചുമ്മാ. ഹായ് ഡാർലിംഗ്, ബ്യൂട്ടിഫുൾ റോസസ്. എനിക്ക് വേണ്ടിയാണോ? നിനക്ക് വേണ്ടിയാ. എന്താ അങ്ങനെ നോക്കുന്നേ? ആശ്ചര്യാണോ അതോ ഭയമാണോ? വീട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ബോഡി ലാംഗ്വേജും മാറ്റിയിട്ടുണ്ടല്ലോ. എന്റെ ഫോട്ടോസ് എല്ലാം
എടുത്ത് മാറ്റിയല്ലേ? അത് പിന്നെ നിന്റെ ഫോട്ടോസ് കാണുമ്പോൾ നിന്നെ പറ്റി ഓർമ്മ വരും. അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടാ ഫോട്ടോസ് മാറ്റിയത്. ശരീരം മുഴുവനും നല്ല അഴുക്ക. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. I'll be right back. ശരീരം മുഴുവനും ചെളിയാ. ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. I'll be right back. ഹായ്. Anything wrong? Nothing. But one thing, everything fantastic. May I come in? ഇപ്പൊ വേണ്ട, നമുക്ക് പിന്നെ സംസാരിച്ചാലോ? എന്ത് പറ്റി? ഒന്നുമില്ല. ഐ ആം കൂൾ. അകത്ത് ആരെങ്കിലും ഉണ്ടോ? അകത്താരും ഇല്ലല്ലോ, ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നീയും വന്നു, അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ എന്തിനാ ഇത്ര ടെൻഷൻ? ആ ടവലൊന്ന് കൊണ്ട് തരാമോ പ്ലീസ്? അകത്താരാ ഉള്ളേ? ആരുമില്ലല്ലോ, അകത്ത് ഞാനും പുറത്ത് നീയും. ആ ശബ്ദം ആരുടെയാ? അയൽ വീട്ടിന്നാ. ഭിത്തിക്ക് കനവില്ലാത്തോണ്ടേ വോയിസ് ലീക്ക് ആവുന്നതാ. എന്താ? എന്റെ കണ്ടീഷൻ ശരിയല്ല, പറയുന്നൊന്നും മനസ്സിലാക്കുന്നേ. നമുക്ക് പിന്നീട് സംസാരിക്കാം. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ? അയ്യോ, ഏത് നേരത്താണോ വിളിക്കാൻ തോന്നിയത്? But teacher, you call me, right? ഓക്കെ, ഞാൻ നാളെ വിളിച്ചോളാം. ബൈ. നീ ഇതെവിടെ പോയി കിടക്കോളാം. ഹലോ. എന്താ അങ്ങനെ നോക്കുന്നേ? നോട്ടം നിനക്ക് മറച്ചു വെക്കാൻ പറ്റുന്നില്ലല്ലേ? അത് പിന്നെ അത് നീ എങ്ങനെയാ ജീവനോടെ വന്ന്? നീ മരിച്ചു പോയല്ലേ? എന്തിനിപ്പോ വന്നത്? നിനക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞത് കാരണം നിനക്ക് വേണ്ടി ഞാൻ തിരിച്ചു വരാതെ വേറെ എന്ത് ചെയ്യാനാ? പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്നല്ലേ? ഐ ആം റെഡി. ലെറ്റ്സ് സ്റ്റാർട്ട് എ ന്യൂ ലൈഫ്. വന്നു ഞാൻ. എവിടേക്കെങ്കിലും പോവാം. എവിടെ? എവിടെയെങ്കിലും ദൂരത്തേക്ക്. ഞാനല്ലേ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ ശരി, എന്റെ അമ്മ എവിടെ പോയിരിക്കുക? നീ പോയുടനെ അവരും എങ്ങോട്ട് പോയി കളഞ്ഞു? ശരി, അപ്പോ എപ്പോഴാ ഇറങ്ങുന്നേ? ഞാൻ വരും. എനിക്ക് കുറച്ച് സമയം വേണം. എൻ്റെ അമ്മയ്ക്ക് നല്ല സുഖമില്ല, അവര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. അവരുടെ ഹെൽത്ത് ഓക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ വന്നേക്കാം. ഓഹോ, അങ്ങനെയാണല്ലേ? അങ്ങനെയാണെങ്കിൽ 7 days അതെടുത്തു. 7th day, my most favorite Easter day.
ആഗ്രഹിച്ചതുപോലെ നമ്മളുടെ ആദ്യ രാത്രി, നമ്മുടെ ഈ ലോകത്തിലെ നമ്മുടെ അവസാന രാത്രി. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ചെയ്തേക്കാം. അന്ന് വരെ നീ ഈ വീട്ടിൽ തന്നെ ഇരിക്കണം, എന്റെ കൂടെ തന്നെ. ഞാൻ കോൾ ചെയ്താ നീ ആൻസർ ചെയ്യണം. മെസ്സേജ് ചെയ്ത ഉടനെ എന്റെ മുമ്പിൽ വന്ന് നിൽക്കണം. അങ്ങനെ അല്ലെങ്കിൽ എന്റെ ഭർത്താവ് പാവം, അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നല്ലേ പറഞ്ഞേ. സോ അതുകൊണ്ട് നീ അത്രയ്ക്കൊന്നും റിസ്ക് എടുക്കില്ല എന്ന് എനിക്കറിയാം. എന്താ ഇത്, കുറെ അങ്ങ് മാറി നിൽക്കുന്നു? എന്റെ അടുത്തേക്ക് വാ. വരില്ലല്ലേ? ഓക്കേ, കിസ് മീ. ഇത്രയൊക്കെ കാണിച്ചെന്നെ പേടിപ്പിച്ച് എന്നെ ഭ്രാന്തനാക്കി മാറ്റിയിട്ട് അതൊക്കെ ഒരു സ്വപ്നമായിരുന്നല്ലേ? ഓ, സ്വപ്നമായത് സമാധാനമായി. എവിടെ ഇരുന്നു? ഞാൻ അമ്മയെ നോക്കിട്ട് വരാം. അമ്മേ, നിന്റെ കാറ് വേണമല്ലോ, ഒന്ന് കീ തരൂ. എന്താ എന്തുപറ്റി? ഇന്നലെ രാത്രി തൊട്ട് വാച്ച്മാൻ ഒരു പ്രത്യേക രീതിയിലാണ് പെരുമാറുന്നത്. അർജന്റായിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നതാണ് നല്ലത്. എന്നാ ശരി, കുഴപ്പമില്ല, ഞാൻ വാ, വാ, വാ. ഇന്നലെ രാത്രിയിൽ നിന്ന് ഇങ്ങനെയാ പെരുമാറുന്നത്. എന്താ പറ്റിയെന്നറിയില്ല, ഒരു വട്ടനെ പോലെയാ പെരുമാറുന്നത്. വട്ടായിന്നാ എനിക്ക് തോന്നുന്നത്. എനിക്കെങ്ങനെ അറിയാം? അല്ല, പ്രേതബാധ വല്ലതും ഈ ആണ്. കാലത്ത് എവിടെയോ പ്രേതം? താൻ എന്തൊക്കെ പറയുന്നത്? അന്ന വല്ല പേപ്പട്ടിയും കടിച്ചായിരിക്കും. നമുക്കറിയില്ലല്ലോ ഏട്ടാ.